മലുട്ടയ്ക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫൈറ്ററിന്റെ ബ്രീഡിംഗ് എന്ന് നോക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫൈറ്ററെ നമ്മളെ ബ്രീഡിംഗ് സെറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അൻവികയോട് അവിടെ നിന്നൊന്ന് മാറാൻ പറയാം. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് നമ്മുടെ ഫൈറ്റർ. അപ്പോൾ നമ്മുടെ ഫൈറ്ററിൻ്റെ കളർ നിന്നാൽ ബ്ലൂ ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവുന്നതായിരിക്കുന്നു. ഇതാണ് നമ്മളെ ഫൈറ്റർ. നമ്മളൊരു മൺപാത്രത്തിലാണ് ഇട്ടിട്ടുള്ളത്. കുറച്ചുകൂടി നേരം കഴിഞ്ഞ് നമ്മളൊരു പെൺ ഫൈറ്ററെ മേടിച്ച് ഇതിനൊപ്പരാക്കി നമ്മൾ ബ്രീഡിങ്ങിനാക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അത് നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു ആൺ ഫൈറ്ററെ ഒരു പെൺ ഫൈറ്ററെയാണ്. പിന്നെ നമുക്കൊരു മൺപാത്രവും പിന്നെ നമുക്കൊരു ബൗളും വേണം. നമുക്ക് ബൗൾ ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അംബികയോട് എടുക്കാൻ പറയാം. അംബിക ആ ബൗളും നിങ്ങൾ എടുക്കും. ആണ് നമ്മളെ ഫൈറ്റർ. കുറച്ച് ദിവസമായി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഓവർ വാലാണ്. അതാണ് വാല് നമ്മൾ ചെറുങ്ങനെ കട്ടൊക്കെ ചെയ്യണോ ഇടക്ക്, പക്ഷെ നമുക്ക് ചെയ്യാനറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. നമ്മളെ ഫൈറ്റർ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ കാണുന്ന പോലെ ഒന്നല്ല. ഇപ്പോൾ നമ്മളൊന്ന് ചെറുങ്ങനെ തൊട്ടാൽ തന്നെ ഇവിടെ മൊത്തം ഓടുകയായിരിക്കും. ഇപ്പോൾ ഇതാണ് നമ്മളെ ഫൈറ്റർ. ഇപ്പം കുറച്ച് ആക്റ്റീവ് കുറവാണ്. കാരണം ഇപ്പം കുറച്ചു നേരം മുമ്പാണ് നമ്മൾ ഇതാക്കിയത്. ഇടുന്നത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഈ സൈസ് വേണം നമുക്ക് വേണ്ടത്. ഓവർ സൈസ് ആകാൻ പാടില്ല. ഇതാകുമ്പോൾ കറക്റ്റ് ഭാഗത്തിന് നമുക്ക് ഇലാക്കാൻ പറ്റും. ഇതിൽ നമ്മളൊരു കുറച്ച് ഹാഫ് വെള്ളം ഒഴിച്ച് ഒരു പെൺ ഫൈറ്ററെ ഇട്ടാൽ മതി. നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞാൽ നമുക്കിനെ മാറ്റാവുന്നതാണ്. പിന്നെ ഒരു 5-10 ദിവസം കൊണ്ട് തന്നെ ഇതിന് കുഞ്ഞുങ്ങളുണ്ടായാൽ നമ്മൾ അപ്പാട് ഫൈറ്ററെ മാറ്റണം. അല്ലെങ്കിൽ ഫൈറ്റർ എല്ലാവർക്കും അറിയായിരിക്കും മുട്ടയാണ് ഇടുക. അപ്പോൾ ഫൈറ്ററെ മാറ്റിയില്ലെങ്കിൽ ഫൈറ്റർ ചിലപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അടിയുണ്ടാക്കുകയും തിന്നുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മാറ്റണമെന്ന് പറയുന്നത്. നമ്മൾ അടിയിലൊരു ബേസ് കൂട്ടിയിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും വന്ന് തട്ടിയാൽ, പ്രത്യേകിച്ച് അൻവിക. ഇതാണ് അൻവികയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചോക്കാം. നാളെ നമ്മൾ മീനെ പിടിച്ചപ്പോൾ അമ്മ മീനിനെ നമ്മൾ മേടിച്ചിട്ടാണ് ഇടുന്നത്. അമ്മ മീൻ ഇവിടെ ഇല്ല. ഹൈറ്റ് മീനിന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഈ വീഡിയോയിലെങ്കിലും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് അടിക്കണേ. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തത് നമ്മൾ പെൺ ഫൈറ്റർ ഇടുകയും പിന്നെ ഇതിനെ പറ്റി ഒരു ബ്രീഡിംഗ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൗളിൻ്റെ സൈസായാലും മറക്കണ്ട. ഈ സൈസ് ബൗൾ തന്നെയാണ് വേണ്ടത്. ഓവർ സൈസ് ആയാൽ അത്ര നല്ലതല്ല. അപ്പോൾ ഗൈസ് നല്ലതാണ്. പിന്നെ പകുതി വെള്ളം നരിക്കണം. പിന്നെ നമ്മളെ മൺപാത്രത്തിന് കുറച്ച് ഓട്ടയുണ്ടെന്ന് തോന്നുന്നു. അത് പ്രശ്നമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളെ ഫൈറ്റർ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുന്നതായിരിക്കുന്നു. ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ പറ്റൂല വീഡിയോ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇടാത്തത്. അൻവയോടൊന്ന് കുറച്ചിങ്ങോട്ട് നിൽക്കാൻ പറയാം. വെളിച്ചം വരുന്നില്ല. നമ്മൾ ബൾബ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കാണുന്നുണ്ടാവും. അത് ഓടുന്ന കണ്ടോളൂ. അതിന് ഓവർ വാലായിട്ട് ഓടാൻ പറ്റുന്നില്ല ഗൈസ്. അൻവികയോട് അത് തട്ടി തായിടാതിരിക്കാൻ പറയാം ഗൈസ്. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ്. അമ്മക്ക് അമ്മ മീന് നമ്മളെ ഫൈറ്റ് അമ്മ എന്തേനു ഫീമെയിൽ അമ്മേനെ നമ്മൾ ഇതിനകത്തിടും. ഇതേപോലത്തെ ഫൈറ്ററിന്റെ ഒരു ഭാര്യനെ നമ്മൾ ഇതിനകത്തിടും. എത്ര കുട്ടികളുണ്ടാവും അൻവിക? ഒരു 10 കുട്ടികളുണ്ടാവും. 10 ഗൈസ്, ഒരു 100-ന്റെ അടുത്ത് കുട്ടികൾ എന്തായാലും ഉണ്ടാവും. കാരണം ഇത് മുട്ടയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഫൈറ്ററെ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പൊക്കാൻ പാടില്ല. നമ്മളെ ബോളി ചെറുങ്ങനെ പൊക്കാനേ പാടുള്ളൂ. അൻവികക്ക് എന്തോ പറയാനുണ്ട്. നമ്മളെ അടുത്ത ദിവസം നാളെ ഇനി വേറെ നമ്മളെ അമ്മ ഫൈറ്ററിനെ കുറിച്ച് വീഡിയോ ഇടും. അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. നല്ല വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുന്നു. നമ്മളെ സബ്സ്ക്രൈബർ നമ്പർ ഇപ്പോൾ 75 ആണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് 100 ആക്കി തരിക ഗായ്സ്.
വേറെയൊന്നുമില്ല പറയാൻ, അത്രയേ ഉള്ളൂ. ഹായ് കൂട്ടുകാരെ, പിന്നെ ഒരു കാര്യം, നമ്മൾ ഫീമെയിലിനെ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കും. അത്രേ ഉള്ളൂ ഗായ്സ്. ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ്സ് മീ ആഗ്നേയ് ഫ്രം @mylotak and cameraman and Viga VK signing out.